ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്ന് വാഗമണിലോട്ട് പോവാണ്. അതെ, ഞാൻ നന്ദും അമ്മ അനിയത്തി ഉണ്ട്. അപ്പോ ഞങ്ങൾ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ട്രിപ്പാണ്. മോണ്ടിക്ക ഗ്ലാംസൺ റിസോർട്ട് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. കല്യാണത്തിന് ശേഷം അല്ലേ നമ്മള് ഫാമിലി ആയിട്ട്. അപ്പൊ എന്റെ വെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഒന്നിച്ചൊരു യാത്ര ഇതാദ്യമായിട്ട്. ഹായ് അമ്മ. അമ്മ ഫുൾ ഓൺ എനർജി. അമ്മ കാണില്ല, കാണാനില്ല ഹായ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പൂജയുണ്ട്. പൂജയുണ്ട്. നമ്മൾ അടിച്ചു വിളിക്കാൻ പോവാണ്. കുറെ നാളായിട്ട് ഞാൻ ഈ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യണം കേട്ടോ. അമ്മയും എൻ്റെ അനിയത്തി നവ്യേനെ പൂജ എന്നാണ് വീട്ടിൽ വിളിക്കണേ. അപ്പൊ പൂജയും നന്ദും എല്ലായിടും കൂടി എനിക്ക് ഒരുപാട് നാളെ ഞാൻ പ്ലാൻ ചെയ്ത് ഇപ്പോഴാണ് ഈ കാര്യം നടന്നത് കേട്ടോ. വാഗമണ് പോയിട്ടുണ്ടോ? വാഗമണ് കുറെ വർഷം പോയിട്ടുണ്ട്. പിന്നെ അപ്പൊ അവിടെ എത്തിയിട്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരം നമ്മൾ ജീപ്പിലാട്ടോ പോയത്. അനിയത്തി UK പോവാണ് കേട്ടോ, അതാകുമ്പോ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മള് റിസോർട്ടിലെത്തിയതാ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ബാലി ടൈപ്പ് ഒരു റൂമാണ്. പിന്നെ താഴെ പൂളുണ്ട്. ഇതാ നന്ദു ഇറങ്ങിയതുണ്ട്. യോ, പിന്നെ അനിയത്തി അമ്മ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇവിടെ നിന്ന് മൂന്നാമത് അവിടെ കണ്ടോ, അവിടെയാണ്. ഫുൾ തേയിലത്തോട്ടവും മലയും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ റൂമാണ്, ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ഓ, അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല. അമ്മ പോയി, അമ്മ ഇവിടെ. അടുത്ത പൂളോട്ട് കാണാനുള്ള ഓട്ടമാണ് അല്ലേ. അപ്പൊ 2 ദിവസം നമ്മൾ ഇവിടെയാണ്, അടിച്ചു പൊളിക്കാൻ പോവാണ്. മൊത്തത്തിൽ അടിപൊളി. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? വ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ റോപ്പിക്കൂടി ഇങ്ങനെ അപ്പുറത്ത് പോണോ? നിനക്ക് റോപ്പിൽ കൂടെ പോണോ? സത്യം പറ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് റോപ്പിട്ട് അങ്ങ് കയറ്റി വിടും. പോവുന്നു റോപ്പിട്ട ലാസ്റ്റ് ചുമ്മാ ഡയലോഗ് അടിക്കരുത്. ധൈര്യമുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും ഈവനിങ് ആയിട്ടോ. അപ്പൊ നല്ല ഭംഗിയുള്ള സൺസെറ്റ് കാണാൻ പറ്റി. അമ്മയ്ക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമായി. ഇതാ അമ്മ ഇരിപ്പ് കണ്ടോ. ദിവസത്തിൽ ഒരു നേരം ഷോർട്സ് കാണുക. ദിവസത്തിൽ ഒരു നേരമല്ല, 3-4-5 നേരം ഉണ്ടെങ്കിൽ റീൽസ്. അമ്മ ഫുൾ റീൽ അഡിക്റ്റ് ആണ്. അമ്മ റീൽ കണ്ടത് മതി, ഇവിടെ വ്യൂ കാണാം. ഇതിപ്പോ പിള്ളേരും കണ്ട് കഷ്ട. ജെൻസി എന്ന് പറഞ്ഞിട്ടില്ല, ജെൻസിനും കണ്ട് ഇഷ്ടം അത്. ഓക്കെ, ഞാനും നന്ദും ഒരുപാട് റിസോർട്ടുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ റിസോർട്ട് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസും വ്യൂവും അതൊക്കെ പറയാതെ വയ്യ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ബാൽക്കണി വ്യൂ പോലെ തന്നെ നമ്മുടെ റൂം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ബാമ്പു വെച്ചിട്ടൊക്കെയാണ് ഇന്റീരിയർ വർക്ക്സ് ചെയ്തിരുന്നത്. നല്ല ഒരു എസ്തറ്റിക് ഒരു സ്റ്റേ ആയിരുന്നു. അമ്മ, നമ്മുടെ സ്നാക്സ് ഒക്കെ വന്ന് കഴിക്കാം, വാ. നമ്മൾ ചായയും നഗറ്റ്സും അതുപോലെ തന്നെ ഫിഷ് ഫിംഗേഴ്സ് ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഉള്ളിവിടെയും. ഈ വ്യൂ ഒക്കെ കണ്ട് ഫാമിലിയുടെ ഒപ്പം ചായയൊക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ. അല്ല, പിന്നെ നൈറ്റായപ്പോ ഡിന്നർ അടിപൊളി ഫുഡായിരുന്നു, അതും കഴിച്ചു. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കുക, പൊളിച്ചാടുക, ആ രീതിയിലാട്ടോ മൊത്തം പോയത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. നമ്മൾ ഇന്നലെ മൊത്തം അടിച്ചു പൊളിച്ചു. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണിത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ, ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുപോലെ സൈക്ലിങ്ങും ട്രക്കിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ട്രീ പ്ലക്കിങ് എന്തൊക്കെയുണ്ട്, എല്ലാം ചെയ്യണം. പൂളിലേക്കും ചാടണം. അപ്പോൾ കാണാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പകരം കഴിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തു. പില്ലർ കൊണ്ടുവച്ചാണ് ഇന്നലത്തെ. പൂജ ഉറങ്ങി നട്ടുച്ചയ്ക്ക്. നീക്കിടണേ, അങ്ങനെ പോണേ. ഓ, കൊച്ചിന് തല അടിച്ച്
ഇത് നമ്മുടെ പ്രൈവറ്റ് പൂളായിരുന്നു കേട്ടോ. നമ്മുടെ റൂമിൻ്റെ താഴെയുള്ള പ്രൈവറ്റ് പൂളായിരുന്നു. വോമായിട്ടുള്ള വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കംഫർട്ടബിൾ സ്വിമ്മിംഗ് പൂളായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അമ്മമാരെ കൊണ്ടൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകണം കേട്ടോ. അതിൻ്റെ ഒരു ഡിഫറൻസ് വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കപ്പിൾസായിട്ട് പോകുമ്പോഴും ഫ്രണ്ട്സായിട്ട് പോകുന്നതിനേക്കാളൊക്കെ വേറൊരു ഫീൽ തന്നെയാണ് അമ്മമാരെ കൊണ്ടൊക്കെ പോകുമ്പോൾ. അത് എനിക്ക് ഈ ട്രിപ്പിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. അവിടെ ചാടിയിട്ട് പിന്നെ നമ്മൾ മെയിൻ പൂളിലും ചാടാൻ പോയി. ഇത് കുറച്ചും കൂടി ലെങ്ത്. പിന്നെ പൂജ ഇനി യുകെക്കാരിയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ അവളെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു മിസ്സിങ്ങും ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. നമുക്ക് തല്ലുകൂടാനൊക്കെ നമ്മുടെ അനിയത്തിയല്ലേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അമ്മക്ക് വയ്യ. അമ്മ ഇപ്പൊ ഭയങ്കര തണുത്ത വെള്ളമാണ്. ഇപ്പൊ ഈ വെള്ളത്തിൽ അമ്മ ചാടിക്കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലുണ്ട്. ഒരു തുളയുണ്ട് കേട്ടാ. അവിടുന്ന് വാട്ടർ സച്ചുണ്ട്, മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ. സീരിയസ് ആയിട്ട് പറഞ്ഞാണ് മൊബൈലും പിടിച്ച് നടക്കുക. നീ ആയിരിക്കും. എനിക്ക് തോന്നിയത് ഞങ്ങൾ ഈ റിസോർട്ടിൽ വന്ന ശേഷം കൂടുതൽ നേരം വെള്ളത്തിലായിരുന്നു. അതായത് പൂളുകളിലായിരുന്നു. ഈ വലിയ പൂളിലും അതുപോലെ നമ്മുടെ പ്രൈവറ്റ് പൂളിലും അതുപോലെ തന്നെ ജാക്രസിയിലും ഒക്കെ ആയിട്ട് മാറി മാറി വെള്ളത്തിൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഡേ അമ്മയും പൂജയും നിന്നത് ഈ റൂമിലാണ് കേട്ടോ. ഇവിടെ ജാക്രസി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാമ്പ് എടുത്തത്. മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ചെക്കൗട്ടാണ് കേട്ടോ. ഉള്ളത് നോക്കാം. ഈ മസാല ദോശയൊക്കെയാണ് പറഞ്ഞത്. മസാല ദോശയും പൂരി. ഈ ട്രിപ്പിൽ ഒരുപാട് അച്ഛനെ മിസ് ചെയ്തു. 1 ഇയറായി അച്ഛൻ പോയിട്ട്. ജാനുവരി 28-നായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അമ്മേനെ ഒന്ന് റിലാക്സ് ആക്കാൻ എനിക്ക് ഇപ്പോഴാണ് കൊണ്ടുവരാൻ പറ്റിയത്. അമ്മ 2 ദിവസം അടിച്ചു പൊളിച്ചോ? അതെ. അപ്പൊ അമ്മ ഞാനും വാഗമൺ അതേടെ ഒന്ന് പോകണം അല്ലേ? യെസ്, നമ്മളങ്ങനെ അടിച്ചു പൊളിച്ച് ഇന്ന് ഇറങ്ങാൻ പോവാ. അപ്പൊ ഞങ്ങൾ 2 ദിവസം അടിച്ചു പൊളിച്ചു. വേറെ 2 ദിവസം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുക അല്ലേ? എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഒരു 10-നുള്ളിൽ ഇറങ്ങും. സ്ഥലം വിടാൻ പോവാ. അടിപൊളിയായിരുന്നല്ല. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മണി അടിക്കുക, ബെൽ ബട്ടൺ അല്ല. അപ്പൊ വീണ്ടും സന്ധിക്കും വരെ ഗുഡ് ബൈ.